ചുരുട്ടി കേട്ടെ. മുടി ഇങ്ങനെ ചുരുട്ടി തരട്ടെ ഇച്ചിരി വെച്ചിട്ട്. ചൂടാക്കട്ടെ. എന്തായാലും ആദ്യമായിട്ടാണ് ത്രെഡ് ചെയ്യും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എന്നാലും ഇതുവരെ ഒരുങ്ങി ഇറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ഹലോ, എല്ലാവർക്കും ബ്ലാക്ക് ഫിഷ് മേക്കപ്പ് ഗേളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പേര് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ പേര് മാത്രമല്ല, നിങ്ങളെ ഉറപ്പായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യും. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ള് കാണുക. ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ലയനേനെയാണ്. കൊല്ലത്തിൻ്റെ മകളും കോട്ടയത്തിൻ്റെ മരുമോളായ ലയനയുടെ വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഓക്കെ. ഇൻട്രോ പറഞ്ഞ ക്യാമറമാൻ എന്ന് പേടിപ്പിച്ചതിന് ശേഷം ലൈനയുടെ വീട്ടിലേക്ക് നമ്മൾ വലതുകാൽ വെച്ച് കയറുകയാണ് സുഹൃത്തുക്കളെ. ഒരു യുദ്ധത്തിന് മുന്നിലുള്ള സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി വഴിയേ മനസ്സിലാകും. കാരണം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫോട്ടോഷൂട്ട് മേക്കപ്പ് ഞാൻ ഈ ഇടയൊന്നും ചെയ്തിട്ടില്ല. ഇത്ര പോപ്പുലറായ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത പോയ കൊച്ചിറക്കിന് നമ്മൾ മിഠായി കൊടുത്ത് ചാക്കിലാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ വീണ്ടും ഒരു മിഠായി കൊടുക്കാൻ പോകുന്നു. അതിനിടയ്ക്ക് അങ്ങേര് ഇപ്പോൾ പോയി നമ്മുടെ ഇന്നത്തെ ഷൂട്ടിൻ്റെ പ്രോ ഫോട്ടോഗ്രാഫർ പ്രജീഷ് ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ മോഡലിന്. 2 പിള്ളേരുടെ അമ്മയാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ. പക്ഷെ അതിൻ്റെ അഹങ്കാരവും മോഡലിൻ്റെ മുഖത്തേ ഇല്ല. നോക്കൂ, കഴിച്ച 2 മിഠായിയുടെ ഹാങ് ഓവറിൽ അവിടെ കിടന്ന് TV കാണുന്ന കൊച്ചിറക്കിന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അതിനിടയ്ക്ക് നമ്മളിവിടെ ചിരിച്ച് മറിഞ്ഞ് കുഴഞ്ഞ് മുടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാര്യം ചിരിക്കുവാണെങ്കിലും എൻ്റെ പൊന്ന് ചേച്ചി എൻ്റെ മുടിയൊന്നും കത്തിച്ചേക്കല്ലേ എന്നായിരിക്കില്ല അവളിപ്പോൾ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേസ്ത്രിക്ക് കയ്യാളെന്നതുപോലെ ഈ മുടിയുമിൽ താജ്മഹൽ പണിതുകൊണ്ടിരിക്കുന്ന എന്നെ സഹായിക്കാൻ ഒരു ദേവദൂതിയെ പോലെ നിതിശ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ആ സമയം ചെസ് നമ്പർ 1 മോഡലിന് മടിയിൽ സ്ഥാനം പിടിച്ചു. ഈ ചെസ് നമ്പർ 1 ആണ് കേട്ടോ മോഡലിൻ്റെ മൂത്ത മകൻ. ഘോരഘോരം മോഡൽ എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട്. അത് കേൾക്കാനുള്ള ഒരു മൈൻഡിലല്ല നമ്മൾ. കാരണം നമ്മൾ കുറച്ച് ടെൻഷനിലാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിന് മുന്നേ ഇന്നത്തെ മോഡലിന് നമ്മളോട് 2 വർത്തമാനം പറയാനുണ്ട്. കുറച്ച് നേരം എൻ്റെ ഈ ചിലപ്പിന് ഇടവേള. ആദ്യമായിട്ടല്ലേ എന്തരാകുമെന്നൊന്നും അറിയണമല്ലോ. അല്ല, ഞാൻ പെട്ടെന്ന് ഓർത്ത് പിള്ളേരുടെ കാര്യം. അവന്മാരെങ്ങനെ മാനേജ് ചെയ്യും? അവന്മാരിങ്ങനെ നടക്കൂലേ, അപ്പോഴേക്കും അവന്മാരെങ്ങനെ ഒന്ന് നേരെ നിർത്തുമെന്ന് പേടിയുണ്ടായിരുന്നു. വെഡിങ് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് ത്രെഡ് ചെയ്യും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എന്നാലും ഇതുവരെ ഒരുങ്ങി ഇറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എനിക്കും അതേ സന്തോഷമുണ്ട്. ഒരിക്കലും മേക്കപ്പ് ചെയ്യാത്ത ഒരാൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക, തനിക്കും ഇതൊന്നും ഇമ്പോസിബിൾ അല്ല എന്ന് ചിന്തിക്കാനുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് നൽകുക, അത് എനിക്കും ഒരു ഹാപ്പിനെസ് ആട്ടോ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. നമ്മളൊരു കാര്യം ഒരുപാട് നേടാൻ ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ നിങ്ങളുടെ നിറം, രൂപം, സാമ്പത്തികം ഒന്നും ഒരു തടസ്സമാവില്ല. അങ്ങനെ അതൊക്കെ ഒരു തടസ്സം നിങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ ആ കാര്യം അത്രമേൽ അമിതമായി ആഗ്രഹിക്കേണ്ട ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കില്ലാതെ പോയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇനിയുള്ള തലമുറയെങ്കിലും നിറം, രൂപം, പൊക്കം, വണ്ണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാതെ കഴിവുണ്ടെങ്കിൽ ജയിക്കാനും ജീവിക്കാനും പറ്റും എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇതെന്തുവാടാ ഇവിടെ നടക്കുന്നത്? ഇവിടെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഇടയ്ക്കൂടെ ഒരുത്തൻ ഞൊഴഞ്ഞു കയറുന്നു. ഇവന്മാർ 2 കൂടെ മിക്കവാറും ഇത് കുളവാക്കും. ആദ്യം ആര് പൊള്ളലേൽക്കും എന്ന മത്സരത്തിലാട്ടോ ഇവർ 2 പേരും കൂടെ. മുടി ഇങ്ങനെ ചുരുട്ടി തരട്ടെ ഇച്ചിരി വെച്ചിട്ട്. ചൂടാക്കട്ടെ. ചിരിച്ചോണ്ടിരിക്കണേ ചെയ്യട്ടെ. ചെയ്താളാ. നേരത്തെ ഒരു ടെൻഷൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ വീട്ടിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. കാരണം ലെവൻ ചിലപ്പോൾ നമുക്ക് പണി മുടക്കി തരും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ഒന്നും ലെവൻ ഇഷ്ടപ്പെടത്തില്ല. ഇനി 2 പണി നമ്മൾ ഒരുപോലെ സന്തോഷപൂർവ്വം മേടിച്ചിരിക്കുകയാണ്. കാരണം മോഡലിൻ്റെ വീട്ടിലെ എല്ലാ സ്വിച്ച് ബോർഡിലും നമ്മൾ നമ്മുടെ കളർ കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ ഇടയ്ക്ക് സെറ്റാവും, വീണ്ടും പോകും. അപ്പോൾ നമ്മൾ മാറി മാറി എല്ലാ സ്വിച്ച് ബോർഡിലും പോയി ഇരിക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചുള്ളിക്കമ്പാണ് കേട്ടോ കളർ എന്ന് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ മുടി ഇങ്ങനെ കുനുകുന ചുരുട്ടാൻ ഉപയോഗിക്കുന്നതാണ്. നാത്തൂനെങ്കിൽ നാത്തൂൻ കുനുകുന മുടി ചുരുട്ടുന്നത് നമ്മളെ സഹായിക്കാൻ മോഡലിൻ്റെ നാത്തൂൻ എത്തിയിരിക്കുകയാണ്. പിന്നെ ഞാനും നാത്തൂനും കൂടെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് പരിപാടി അങ്ങ് ഉഷാറാക്കി.
സുന്ദരി പെണ്ണാണോ? കൊച്ചിയർക്ക് മൊത്തത്തിൽ അങ്ങ് എക്സൈറ്റഡ് ആയിരുന്നു. അവസാനം ഇതൊക്കെ കണ്ട് അവനും ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് വരെ എത്തി. സഹി കേട്ട് ഞങ്ങൾ തിരശ്ശീലയ്ക്ക് മുന്നിൽ മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ തിരശ്ശീലയ്ക്ക് പിന്നെ ഇപ്പോൾ ഒരു ഉഗ്രൻ ദിഗംബരൻ മേക്ക് ഓവർ അങ്ങ് ചെയ്തു. എന്തായാലും കൊച്ചിയർക്കിൻ്റെ ഈ മേക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ചൂടിനെയും പവർ കട്ടിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് വിജയകരമായി നമ്മൾ ഹെയർ സെറ്റിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ ചൂടെടുത്ത് സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല, എല്ലാവരും പുകഞ്ഞു നിൽക്കുവാണ്. നമ്മൾ വലിയ AC റൂമിലൊന്നും അല്ലേ മേക്കപ്പ് നടത്തുന്നത്, നമ്മ പാവങ്ങൾ. ചൂട് കൂടുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാലേ നമ്മൾ ഈ കുനുകുന ചുരുട്ടി വെച്ചേക്കുന്ന മുടിയൊക്കെ അങ്ങ് നിവരാൻ തുടങ്ങും. അതിന് മുന്നേ ഇതുപോലെ ഹെയർ സ്പ്രേ എടുത്ത് അടിച്ച് പരത്തി നമ്മൾ സെറ്റാക്കി വെക്കും. ആഹാ, ഇതാണല്ലേ ആ മേക്ക് ഓവർ എന്ന് പറയുന്ന പരിപാടി, എങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ അയൽവക്കത്തെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ബ്രൂട്ടീഷിനാൾ അഹങ്കാരിയല്ലേ എന്നാണോ ചേച്ചി ഇപ്പോൾ ചിന്തിക്കുന്നത്? ആവില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ കയ്യിലുള്ള ഹെയർ സ്പ്രേ അടിച്ചങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നല്ല, പക്ഷേ ഇതൊരു ട്രിക്കാണ്. എന്തെന്ന് ഞാൻ പറഞ്ഞു തരത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ മുടി വെച്ചിങ്ങനെ വളച്ച് വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തൊട്ടടുത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല സത്യം പറഞ്ഞാൽ. അധികമൊന്നുമില്ല, ഒരേ ഒരു ഫ്രെയിം ഇവന്മാരാരും ഇല്ലാതെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞങ്ങളുടെ ഏരിയ, ഇങ്ങനെയൊക്കെ ഇവിടെ പറ്റൂ, കഴിഞ്ഞിട്ട് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് എന്ന മൈൻഡില്ല ഈ ഉടുക്കാച്ചെറുക്കൻ ഇവിടെ ഇരുന്ന് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടുകാരെ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇവർ ഉമ്മ വെക്കുമല്ല. മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ അവിടെ ഇവിടെയായി പിണങ്ങി നിൽക്കുന്ന പുരുകത്തിൻ്റെ മുടിനാരുകളെയൊക്കെ ഒരു ദാക്ഷിണ്യം കൂടാതെ പിഴുതെറിയുന്ന ക്രൂരമായ കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണി പാളിയെന്ന് തോന്നുന്നു ഗൈസ്, നമ്മളെ തല്ല നാളെ വിളിക്കുവാന്ന് തോന്നുന്നു. മോഡൽ ആദ്യമായിട്ട് ലെൻസ് ഇട്ട് കുറച്ച് ചെറുതായിട്ട് എയർ എന്ന് കരഞ്ഞു. ഇതിൽ ഓടാനുള്ള വഴി അറിയത്തില്ല. ഇനി ഒരു കണ്ണും കൂടി ബാക്കിയുണ്ടല്ലോ. സ്ത്രീയോട് നിൽക്കുന്നില്ലല്ലോ ഭർത്താവേ. നമുക്കൊരു വെല്ലുവിളിയാണ്. കൊച്ചിന്റെ കണ്ടു JCB വരുന്നു. അതിന് JCB അല്ല, അമ്പിളിയമ്മ വന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരിപാടിക്ക് ഒരു തീരുമാനമാവാതെ ഞാൻ പോകത്തില്ലെന്നാണ് കൊച്ചേർക്കൻ്റെ മൈൻഡ്. നമ്മളിങ്ങനെ മേക്കപ്പിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോഴുള്ള ഒരു ധൃതിയില്ല, അതിനൊക്കെ ഞങ്ങളെയൊക്കെ ധൃതിയാണ് കൊച്ചേർക്കിന് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. വർണ്ണശബളമായ ഐഷോഡോ പാലറ്റ് തുറന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടോ ഐഷോഡോ പാലറ്റിൻ്റെ ഭാഗ്യം കൊണ്ടോ മുടിനാരിഴയ്ക്ക് ഞങ്ങൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതൊക്കെ ഒരു രസമായിട്ടാട്ടോ നമ്മൾ കാണുന്നത്. കാരണം ഇതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ വന്നത്. ലൈന ആദ്യം പറഞ്ഞത് കേട്ടില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴാണെന്ന്. നമ്മൾ പലപ്പോഴും അങ്ങനെയാട്ടോ, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിങ്ങനെ മറക്കും. അതൊരു സത്യമാണ്. പക്ഷെ നമ്മുടെ മോഡൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് വന്നതും ലൈനയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതും. ഇൻസ്റ്റയിൽ 100K ഫോളോവേഴ്സുള്ള ആളാണ് കേട്ടോ ലൈന. അപ്പം മനസ്സിലായില്ലേ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് ഇഷ്ടങ്ങളൊക്കെ മറക്കാത്ത കുറച്ച് പേരുണ്ടെന്ന്. നിങ്ങൾക്കും ഇതൊക്കെ പറ്റും കേട്ടോ. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാഹചര്യം എപ്പോഴും നമുക്ക് അനുകൂലമാവണമെന്നൊന്നും ഇല്ല. എന്നിട്ടും ഇവർക്ക് ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ. മഴ വന്ന ഇവൻ്റെ മൂഡിനനുസരിച്ചാണ് ഇവിടെ ഷൂട്ട് നടക്കുന്നത്. അങ്ങനെ സകല അടവുകളും പയറ്റി ദിഗംബരൻ 18ാം തടവ് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെസ്സി ഹെയർ സ്റ്റൈലിൽ ബാക്കിൽ സ്ട്രാൻഡ്സ് ബ്രൈഡാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് മുടി ഇങ്ങനെ വലിച്ചു വാരി കെട്ടിയിട്ടേ പുറകിൽ ഇങ്ങനെ വര കൊടുത്ത് മുടി പിന്നിട്ടേക്കുന്നെന്ന്. പിന്നെ ഒരു ഗ്രീൻ സാരിയിൽ സിൽവർ ഓർണമെൻറ്റ്സും. ഇനി അതെന്നെ കൊണ്ട് തർജ്ജമ ചെയ്യിപ്പിക്കാൻ നിൽക്കല്ലേ കേട്ടല്ലോ. അപ്പം ഫുൾ വീഡിയോ കണ്ടിട്ട് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അങ്ങനെ ചുമ്മാ ഇരുന്ന് കമൻ്റ് അടിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. അങ്ങനെ ഞാൻ ചുണ്ടത് ചായം തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ
നഖക്ഷതങ്ങളിൽ ചോര പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷ്മമായിട്ടാണ്, കാരണം വളരെ കുഞ്ഞു നഖമാണ്, നമ്മൾ എക്സ്റ്റൻഷൻ ഒന്നും വെച്ചിട്ടില്ല. പൂവില്ലെങ്കിൽ എന്തായാലും ബ്രൈഡൽ ലുക്ക് കംപ്ലീറ്റ് ആവില്ല. കാരണം ഒരു ബ്രൈഡ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത്, ആദ്യമല്ല ഇടയ്ക്കൊക്കെ ആണെങ്കിലും പൂ ഉണ്ടായിരിക്കണം, അത് കമ്പൽസറി ആണല്ലോ അല്ലേ. അപ്പോൾ നമ്മളിന്ന് വെച്ചേക്കുന്ന ഫ്ലവറിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഈ ലുക്കിന് വേണ്ടി നമ്മൾ തന്നെ പോയി മേടിച്ച ഫ്രഷ് ഫ്ലവറാണിത്. ആർട്ടിഫിഷ്യൽ ഫ്ലവർ അല്ല കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ഐ ഷാഡോ ചെയ്തേക്കുന്നത്. വെളുത്തിട്ട് പാറിച്ചിട്ടില്ല. നമ്മൾ കറക്റ്റ് സ്കിൻ ടോൺ മേക്കപ്പാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തേക്കുന്നത്. എണ്ണയിൽ മുക്കി പൊക്കിയിട്ടുമില്ല, അതായത് ഗ്ലോ മേക്കപ്പ് അല്ല, മാറ്റ് ഫിനിഷിങ് മേക്കപ്പാണ് ഫേസ് ആണെങ്കിലും ലിപ്പാണെങ്കിലും ചെയ്തേക്കുന്നത്. അങ്ങനെ സാരിയൊക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് ഹിപ്പ് ബെൽറ്റും ഇട്ട് ഫൈനൽ ടച്ചപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ നമ്മളെക്കാൾ മുന്നേ ആദ്യം അവരെന്തായാലും ഇറങ്ങുമല്ലേ. അപ്പോൾ പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ഫ്രണ്ടേ അവർ പോകുന്നുണ്ട്, നമുക്ക് അവരുടെ പിന്നാലെ പോകാം. തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നേക്കുന്നത്. അങ്ങനെ വള്ളിയിൽ തൂങ്ങി ആടിക്കൊണ്ട് ലൈനയുടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ലൈറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്താട്ടോ പുറത്തുനിന്ന്. എമർജൻസി ലൈറ്റുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രം. പ്രോ ഫോട്ടോഗ്രാഫർ പ്രജീഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഫോട്ടോഷൂട്ട് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഫോണൊന്ന് ചെരിച്ച് പിടിക്കുവാണെങ്കിൽ നമ്മളെടുത്ത ഫോട്ടോസിൻ്റെ മേക്കപ്പിൻ്റെ റിസൾട്ട് നല്ല ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ തലയൊന്ന് ചെരിച്ച് പിടിച്ച് നോക്കിയാലും മതി. അവസരം പാഴാക്കാതെ ഞാനും 1-2 ഫോട്ടോസ് എടുത്തെങ്കിലും എൻ്റെ ഫോട്ടോസല്ല, ഇനി വരാൻ പോകുന്ന ഫോട്ടോയാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. ഹലോ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ മേക്കപ്പ് കണ്ടോ. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മേക്കപ്പ് ചെയ്യാം. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ദി ബ്ലാക്ക് ഫിഷ് ദി മേക്കപ്പ് ഗേൾ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം, അതൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ പ്രൊഫൈലിൽ കയറുമ്പോഴേക്കും അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൽ കമൻറ്റ് ഇടുക, നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണമെങ്കിൽ മേക്കപ്പ് ചെയ്യണമെന്ന് കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ടായിട്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഷെയർ ചെയ്യുക. കൺഫ്യൂഷനൊന്നും വേണ്ട, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ഇടുക. ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ബ്ലാക്ക് ഫിഷ് ദ മേക്കപ്പ് ഗേൾ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നിൻ്റെ കൊച്ചോർക്ക്. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് അവരോടെല്ലാം ടാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ മോഡലിനായിട്ട് കാണാം. അപ്പോൾ പുതിയ മോഡൽ നിങ്ങളിൽ ആരെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അച്ചോടാ, അവനോട് ടാറ്റ പറഞ്ഞ് പോകാനൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ, ഇത്ര നേരം നമ്മുടെ കൂടെ നിന്നിട്ടേ. അപ്പോൾ എന്തായാലും ടാറ്റ.